ഗായ്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ് ഡേ അല്ലെങ്കിൽ നമ്മുടെ ഡേ 3 പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലെഗ് ഡേ എന്ന് പറഞ്ഞാൽ പലരെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു വർക്കൗട്ടാണ്. കാരണം വെച്ചാൽ ലോവർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യാൻ പലർക്കും താല്പര്യമല്ല, അപ്പർ ബോഡി മാത്രം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താമെന്നാണ് പലർക്കും താല്പര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമുക്കറിയാം, നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ അത്രയും ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, ലെവലിൽ വ്യത്യാസം വരും. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രൈസപ്പ് പുഷ് ഓൺ ചെയ്യുകയാണ്. ട്രൈസപ്പ് പുഷ് ഓൺ ചെയ്യാതെ നമ്മുടെ ഒരു കോമ്പൗണ്ട് വർക്കൗട്ട് അല്ലേ ഇത്, അതൊരു ഐസൊലേറ്റഡ് വർക്കൗട്ട് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു മസിൽസ് മാത്രം അവിടെ ആക്ടിവേറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ലെവലിൽ മാത്രം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ റൈസ് ചെയ്തുള്ളൂ. പക്ഷേ നമ്മൾ ലെഗ്സ് വർക്കൗട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്ക്വാട്ട് ചെയ്യുകയാണ്. സ്ക്വാട്ട് ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ബോഡിയുടെ പകുതി പാർട്ട് തന്നെ അത് ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാൻ പറ്റി, കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെഗ്സിന് വേണ്ടി മാത്രമല്ല, ലെഗ്സിന് വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു കാരണവശാലും ലെഗ് ഡേ സ്കിപ്പ് ചെയ്ത് കളയരുതെന്ന് പറയുന്നത്. നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഗെയിനിങ്ങിൽ വളരെ അത്യാവശ്യമാണ് ലെഗ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടും ലാടിക്കേണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. ഏതൊക്കെ വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ട് തന്നെയാണ്. അപ്പോൾ സ്ക്വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. ഒരു പർട്ടിക്കുലർ മസിലിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പറയുന്ന സ്ക്വാട്ടിൻ്റെ ആക്ടിവേഷൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ലെഗ് പൊസിഷനിൽ തന്നെ ആദ്യം തുടങ്ങാം. ലെഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡിലോട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടി, ഒരു വലിയ വി ഷേപ്പിലാണ് നമ്മൾ വയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ടായിരിക്കും. അതുപോലെ നമ്മൾ വെയിറ്റ് എടുത്തിട്ട് താഴത്തോട്ട് പോകാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമാജിനറി ചെയറിൽ ഇരിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ഓൾ ദ വേ ഡൗൺ പോകേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി താഴത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ചെയറിലിരിക്കുന്ന രീതിയിൽ, ഒരു ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ പോകുക. എന്നിട്ട് നമ്മുടെ തൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഫേസുമായിട്ട് പാരലായിട്ട് വരുന്ന ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വീണ്ടും മേലോട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വേണം ഈ ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ മേലോട്ട് വരാൻ നേരത്ത് നമ്മൾ കാല് ലോക്ക് ചെയ്യരുത്, മേളിൽ കൊണ്ടുവന്ന് കാലിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കരുത്. ചെറിയൊരു ബെൻഡിങ് കൊടുക്കണം. ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആക്ടിവേഷൻ പോകുന്ന ഭാഗങ്ങളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മസിലോട്ട് മാത്രമല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂട്ട്സിലോട്ടും ഹാംസ്ട്രിങ്സിലോട്ടും ക്വാഡ്സിലോട്ടും എല്ലാം ഇതിൻ്റെ ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ വീഡിയോ പോയി നോക്കുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നമ്മുടെ അടുത്ത വർക്കൗട്ട് ഉണ്ടാകും. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ് എക്സ്റ്റൻഷൻസ് ആണ്. അപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിലോട്ടാണ് ആക്ടിവേഷൻ പോകുന്നത് നിങ്ങൾക്ക് പേര് കേട്ടതിന് മനസ്സിലാവും. നമ്മുടെ ക്വാഡ്സിലോട്ടാണ് ആക്ടിവേഷൻ പോകുന്നത്. നമ്മുടെ ക്വാഡ് മസിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിവർത്തി എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ക്വാഡ് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാഡ്സിന് നല്ല സ്ട്രോങ് ക്വാഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല വെയിറ്റ് ഈ സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത് നല്ല വെയിറ്റിൽ സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റേഞ്ച് ഓഫ് മോഷൻ ആണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പലരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ പോകാറില്ല, മേളിൽ മാത്രം ഇങ്ങനെ കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ട് ആക്ടിവേഷൻ പോകത്തില്ല. അപ്പോൾ നമ്മൾ ഓൾ ദ വേ ഡൗൺ പോകണം. അങ്ങനെ ഓൾ ദ വേ ഡൗൺ പോകുമ്പോൾ നമ്മുടെ കാല് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ആകും. എന്നിട്ട് ഓൾ ദ വേ അപ്പ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫേസിന് പാരലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ലെഗ് പോകുക. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ക്വാഡ് മസിൽസിലോട്ട് ആക്ടിവേഷൻ പോകുന്നതാണ്, നല്ല കൺട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ടെമ്പോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്പീഡിലായിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ കറക്റ്റ് ഒരു സ്ലോ റേഞ്ച് ഓഫ് മോഷനിൽ തന്നെ, സ്ലോ ടെമ്പോയിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് രീതിയിൽ ആക്ടിവേഷൻ നമ്മുടെ ഈ കാലിലോട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിലൊന്നും ഇല്ലെങ്കിൽ, ഹോൾഡ് ചെയ്യാൻ ഹാൻഡിലൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ സൈഡിലെ സീറ്റിലാണ് പോലും ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം വെച്ചാൽ നല്ലൊരു സ്റ്റെബിലിറ്റിയിൽ ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആക്ടിവേഷൻ പോകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പൊങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റേബിൾ ആക്കിയ ശേഷം ഈ ഒരു വർക്കൗട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നതിനെ പറ്റി നമ്മൾ കറക്റ്റായിട്ട് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വർക്കൗട്ട് പോകും. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഞ്ചസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും വെറും ലെഞ്ചസ് അല്ല. ലെഞ്ചസ് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റഡ് ലെഞ്ചസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും വോക്കിംഗ് ലെഞ്ചസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വോക്കിംഗ് ലെഞ്ചസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവേഷൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി സെയിം നമ്മൾ സ്ക്വാഡിൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പാർട്സിലോട്ടൊക്കെ തന്നെയാണ് ഇവിടെ ആക്ടിവേഷൻ പോകുന്നത്. നമ്മുടെ ഗ്ലൂട്ട്സിലോട്ട് പോകുന്നുണ്ട്, ക്വാഡ്സിലോട്ട് പോകുന്നുണ്ട്, ഹാംസ്ട്രിങ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെഗ് മാത്രമേ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ലെഞ്ചസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഒരു ലെഗിന് മാത്രം ഒരു സമയം ട്രെയിൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ സ്ക്വാഡിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാലം വെച്ചിട്ടുണ്ടെങ്കിലും ഒരേ സമയം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഞ്ചസ് ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മസിൽ മൈൻഡ് കണക്ഷൻ ഉണ്ടാകാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസിൽസിലോട്ടൊക്കെ പോകുന്നതിന് കൂടെ തന്നെ നമ്മൾ സെക്കൻഡറി മസിൽസിലോട്ട് പോകുന്ന ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഫ് മസിൽസിലോട്ടാണ്. അപ്പോൾ ഏതായാലും ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലം ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ താഴത്തോട്ട് ഇരിക്കുക. താഴത്തോട്ട് ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വരണം. ഒരു കാലം ഫ്രണ്ടിലിരിക്കുന്ന കാലം ബാഗിലിരിക്കുന്ന കാലുമായിട്ട് 90 ഡിഗ്രിയിൽ വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ബാക്കിൽ ഇരിക്കുന്ന കാലം എന്ന് വെച്ചാൽ നിലത്ത് കൊണ്ടുപോയി മുട്ടിക്കരുത്. അങ്ങനെ ഒരുപാട് സമയം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത, തേയ്മാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് വശത്തെ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുട്ടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നിർത്തുക. എന്നിട്ട്
ഫ്രണ്ടിലോട്ട് അടുത്ത കാലം കയറ്റി വയ്ക്കുക. നമ്മൾ വാക്കിംഗ് ചെയ്യുന്നവർക്ക് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നവർക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് തന്നെ നിങ്ങൾ എടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെയിറ്റ് എടുത്താലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വരുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത വർക്കൗട്ട് എടുക്കാം. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാംസ്ട്രിങ്സ് കേൾസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹാംസ്ട്രിങ് കേൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്ത സെയിം ആ ഒരു മെഷീനിൽ തന്നെയാണ് നമ്മൾ ഹാംസ്ട്രിങ് കേൾസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൊടുക്കുന്ന റേഞ്ച് ഓഫ് മോഷൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ടെമ്പോയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഹാൻഡിലുണ്ട്, ആ ഹാൻഡിൽ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടും. നമ്മൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ടിവേഷൻ പോകുന്നത് നമ്മൾ പറയുന്നത് തന്നെ ഹാംസ്ട്രിങ്സിലോട്ടാണ് നമുക്ക് നല്ലൊരു ആക്ടിവേഷൻ പോകുന്നത്. അപ്പോൾ ഈ ഹാംസ്ട്രിങ്സിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്ക്വാട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലെഗിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ഹാംസ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ് പ്രസ്സസ് ആണ്. അപ്പോൾ ലെഗ് പ്രസ്സസ് എന്ന് പറയുന്നത് നമ്മൾ മെഷീനിലാണ് ചെയ്യുന്നത്. മെഷീനിൽ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗിൻ്റെ പൊസിഷൻ തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ലെഗ് എങ്ങനെയാണോ വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇവിടെയും ലെഗ് വെക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ വൈഡ് ചെയ്ത് വെക്കരുത്, ഒരുപാട് അടുപ്പിച്ചും വെക്കരുത്. നമ്മൾ കറക്റ്റ് ഷോൾഡർ വിട്ട് അപ്പായിട്ടായിട്ട് തന്നെ വയ്ക്കുക. അതുപോലെ ഒരുപാട് മേളിലോട്ട് താഴ്ത്തിട്ട് പോകരുത്. കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന രീതിയിൽ കാല് അവിടെ പൊസിഷൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ പതുക്കെ താഴ്ത്തിട്ട് കൊണ്ടുവന്ന് മാക്സിമം കൺട്രാക്ട് ചെയ്യുക. എന്നിട്ട് മേലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ വെച്ചാൽ വരുന്ന ഡിഫറൻസ് സ്ക്വാട്ട് ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ബാക്ക് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലെഗ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കുറച്ചുകൂടെ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ലെഗ് പ്രസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഹിപ്പ് ഒരു ആവശ്യം പൊക്കി കൊടുക്കരുത്. നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് ഹിപ്പിൻ്റെ സ്ട്രെങ്ത് കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുത്. അപ്പോൾ ബാക്കിലൊക്കെ ഒരുപാടധികം ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഹിപ്പ് ആയപ്പോൾ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ലെഗ്സ് ഉപയോഗിച്ചിട്ട് മാത്രം ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ലെഗ് ഡേയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അവസാനത്തെ വർക്കൗട്ടാണ് കാഫ് റൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു മെഷീനിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് മെഷീനിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡംബൽസ് ഒക്കെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോയിൽ ഒന്ന് പൊങ്ങുവാണ് ചെയ്യുന്നത്. ടോയിൽ നമ്മൾ പൊങ്ങി കഴിയുമ്പോൾ ഇത്രയും വെയിറ്റും നമ്മുടെ ഷോൾഡർ വെച്ചുകൊണ്ട് പൊങ്ങി കഴിയുമ്പോൾ നമ്മുടെ കാഫിലോട്ട് നല്ല കോൺട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അവിടെ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മളൊരു ചെറിയൊരു സ്റ്റെപ്പ് പോലത്തെ ഒരു സംഭവത്തിന് മേളിൽ കയറി നിന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മേളിൽ കൊണ്ടുപോയി കോൺട്രാക്ട് ചെയ്യുമ്പോൾ താഴത്തോട്ട് വന്നിട്ട് മാക്സിമം താഴത്തോട്ട് പോകും. താഴത്തോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റും. മേലോട്ട് പോകുമ്പോൾ മാക്സിമം സ്ക്യൂസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ടുകളെല്ലാം എങ്ങനെയാണ് എത്ര സെറ്റിലാണ് എത്ര റെപ്പിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്ത് നമ്മുടെ സ്ക്വാട്ട് ഉണ്ടല്ലോ ആ സ്ക്വാട്ട് വർക്കൗട്ട് മാത്രം നിങ്ങൾ 4 സെറ്റ് ചെയ്യുക. ബാക്കി വരുന്ന വർക്കൗട്ടുകളെല്ലാം നിങ്ങൾ 3 സെറ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെപ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഗെയിനിങ് ചെയ്യേണ്ട 8 to 12 റെപ്പറ്റീഷൻ തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.